ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലും, അലി റളിയല്ലാഹു അൻഹുവിന്റെ പഠിപ്പ ചൊല്ലും, ഓ അലിയാർ തങ്ങളെ പെരുസത്ത മാപ്പിളരൊട്ടികൾ ചൊല്ലടോ, ഓ തങ്ങളെ ನಾನು മരിച്ചേണ്ടായെങ്കിൽ ನಾನು വഫാത്തായേണ്ടായെങ്കിൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ പകൽ സമയത്ത് കൊണ്ടുപോകണ്ട. എൻ്റെ മയ്യത്ത് നിങ്ങൾ പകൽ സമയത്ത് മറമാട് കൊണ്ടുപോകണ്ട. സാധാരണ മരിച്ചെങ്കിൽ 1 ഗಂಟೆ 2 ಗಂಟೆ നേരമാ വെച്ചിട്ട് അവസാനം പള്ളിക്കാട്ടി എടുത്തോണ്ട് വേണ്ട. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ചൊല്ലും, ഫാത്തിമ ബീവി, ഓ തങ്ങളെ നന്റെ മയ്യത്തിന് പകൽ സമയത്ത് ഇങ്ങനെ എടുത്തോണ്ട് പോണ്ട, മഗ്‌രിബിന്റെ സമയാകുമ്പോ കൊണ്ടുപോയിട്ട് മറമാടൊരു തങ്ങളെ. പകൽ സമയത്ത് കൊണ്ടുപോകണ്ട, മഗ്‌രിബിന്റെ സമയത്ത് കൊണ്ടുപോയിട്ട് മറമാടു തങ്ങളെ എന്ന് ചൊന്നിട്ട് അലിയാർ തങ്ങളൊട്ടിയെ ചൊല്ലുമ്പോ എന്ത് കാട്ടിക്കിടണ്ട് കേക്കടേ. അവിടെ ചൊല്ലുവോ തങ്ങളെ ನಾನು മരിച്ചേണ്ടായെങ്കിൽ ನಾನು പകൽ സമയത്ത് മറപ്പെട്ട് കിടക്കുന്ന എൻ്റെ പകൽ സമയത്തൊന്ന് കൊണ്ടുപോകുമ്പോ അന്റെ പുരുഷന്മാർ തന്നെ നോക്കിപ്പോണ്ടില്ല തങ്ങളെ. നന്റെ ഔറത്ത് അന്യ പുരുഷന്മാർ നോക്കുക തീരാ. എപ്പ ചൊല്ലെ ഹയാത്തിക്കുമ്പോ ചൊല്ലെ അല്ല, മറിച്ചാൽ പിന്നത്തെ വിഷയം ചൊല്ലോ. മറിച്ചാൽ പിന്നെ നന്റെ ഔറത്ത് കണ്ടെങ്കിൽ അത് നന്റെ മയ്യത്തുക പൊരുത്തമില്ല അലിയാർ തങ്ങളെ. അതുകൊണ്ട് മഗ്‌രിബിന്റെ സമയമാകുമ്പോ ആരും കാണാത്ത രീതിയിൽ നിങ്ങൾ പള്ളിക്കാട്ടിക്ക് എടുത്തും പോയിട്ട് കബറെടുക്കറോണ്ട് ചെന്നോട്ടുണ്ടെങ്കിൽ, ഓ ഉമ്മമാരെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കടക്കിട സ്വർഗത്തിൽ നിങ്ങൾക്ക് പോണ്ടല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പോണായ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണ്ടയോ പെങ്ങളെ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒന്ന് ആലോചനാക്കണോ. ഇങ്ങനെയുള്ള മഹബത്ത് മനസ്സിൽ വെച്ചെങ്കിൽ മാത്ര അതേ ശരീരം വെളിവാകുന്ന രീതിയിൽ, ഔറത്ത് കാണുന്ന രീതിയിൽ, ഞങ്ങൾ ബോഡി പ്രദർശനാക്കുന്ന രീതിയിൽ ഞങ്ങൾ നടക്കുമ്പോ അന്യ പുരുഷന്മാർ ആകർഷകമായ രീതിയിൽ നോക്കണേണ്ടായെങ്കിൽ, ഓ പെങ്ങളെ നീ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോണ്ട. ഓ ഉമ്മമാരെ അങ്ങനെയുള്ള ബുർക്ക ഇട്ടിട്ട് പോണ്ട. അങ്ങനെയുള്ള ഫാഷൻ ബുർക്ക ഞങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പണ്ട് എങ്ങനെ എന്താ ആയേ കോലത്തിൽ ഞങ്ങൾ പിന്മാറണോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടുത്തെ ഉമ്മമാരെ വിഷയനാണ് ചൊന്നയല്ല, പക്ഷേ സമൂഹത്തിൽ നടന്നുകൊണ്ടുള്ള കാലഘട്ടത്തിൽ നടന്നുകൊണ്ടുള്ള വിഷയമായിട്ട് നിങ്ങൾ നോക്കാറോ. ഉഹദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തില് അതേ ഒരു വിഭാഗം ജനങ്ങൾ ചൊന്നാറ് നബി തങ്ങളെ വധിക്കപ്പെട്ടു, റസൂലുള്ളാഹി കൊല്ലപ്പെട്ടു. ശത്രുപക്ഷത്തിൽ നിന്നത് ചൊന്നപ്പാ എല്ലാവരും ഒരു ഭാഗത്ത് എഴുന്നിട്ട് വന്നാറ്. പർവ്വതത്തെ മേലെയുന്ന മനുഷ്യന്മാര് സ്വഹാബികൾ എഴുന്നി വന്നാറ്. ആ എഴുന്നി വന്ന സന്ദർഭത്തില് ഹബീബ് തങ്ങൾക്ക് ആക്രമിക്കു തുടങ്ങിയാറ്. ആ തുടങ്ങിയ സമയത്ത് അതേ ബനൂ ദീനാറിൽപ്പെട്ട ഒരു പെണ്ണ് അതാ ഓടിയോട്ട് പണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യുദ്ധം നടന്നുകൊണ്ടില്ല രണാരംഗത്തിലേക്ക് ഓടിയോട്ട് പണ്ട് വന്നിട്ട് ഇങ്ങനെ ഓടിയോട്ട് വരുമ്പോ ഒരു സ്വഹാബ ചൊല്ലണു, ഓ പെങ്ങളെ നിന്റെ ബാപ്പ ഈ യുദ്ധത്തിൽ മരിച്ചു പോയിട്ട് പെങ്ങളെ. അതും കണക്കിലെടുത്തോണ്ടില്ല, പിന്നെയും ഓടിയോട്ടുണ്ടോ. അപ്പൊ പിന്നൊരു സ്വഹാബ് ചൊല്ലോ, ഓ പെങ്ങളെ നിന്റെ മക്കൾ 2 മക്കളും ഈ യുദ്ധത്തിൽ മൗത്തായി പോയിട്ട് അതും പ്രശ്നമല്ല, പിന്നെയും പോണ്ടോ. അവിടെ ഒരു സ്വഹാബ് ചൊല്ലോ, ഓ മോളെ നിന്റെ ഏറ്റവും പിറുസത്ത മാപ്പിള ഈ ഉഹദ് രണാരംഗത്തിൽ വഫാത്തായി പോയിട്ട്. അപ്പ ഈ പെണ്ണ് കേക്കട അയിന റസൂലുള്ളാഹ്, അയിന റസൂലുള്ളാഹ്. നന്റെ പ്രവാചകരെവിടെ, നന്റെ നബി എവിടെ? ആ മുത്തുകൾ
എന്തെങ്കിലും സംഭവിച്ചിട്ടാ, ആ പ്രവാചകർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാ എന്നിങ്ങനെ കേൾക്കുമ്പോത്തുകോ അവിടെ നിന്നതാ ഹബീബ് തങ്ങളെ കാട്ടുക ചൊല്ലു. അങ്ങനെ ഓടിയോണ്ട് പോയിട്ട് മുത്തുനബി തങ്ങളെ മുട്ട നിൽക്കണ്. അവിടെ ചൊല്ലു, യാ റസൂലല്ലാഹ്, നക്ക് നന്റെ മാപ്പിള വിഷയമല്ല, നക്ക് നന്റെ മക്ക വിഷയമല്ല, നക്ക് നന്റെ പാപ്പ വിഷയമല്ല, നന്റെ നബിക്കെന്തെങ്കിലും സംഭവിച്ചെങ്ക അത് നക്ക് വലിയ വിഷയമായിട്ട് തങ്ങളെ. അതുകൊണ്ട് ഞാൻ ബനൂദീനാറിൽ നിന്ന് ഓടിയോണ്ട് വന്ന നബിയേ. ഓ ഉമ്മമാരെ, നോക്കൂ ഈമാനിന്റെ പവർ എത്ര. നക്കും നിങ്ങൾക്കും ഈമാനില്ല, നക്കും നിങ്ങൾക്കും തക്കുവയില്ല, അല്ലാഹുമാർക്കുള്ള പേടിയില്ല. നിസ്കാരത്തിൽ കൈകെട്ടിയേണ്ടായെങ്കിൽ ഞങ്ങളെ ചിന്ത ഏതോ ഒരു ലോകത്തുകായിട്ട് അല്ലാ തക്കുവ ഏറ്റിത്തരണേ അല്ലാ.